രാഷ്ട്രീയത്തിൽ യാഥാർത്ഥ്യബോധം എന്ന് പറയുന്നതിന് വളരെ വലിയ പ്രസക്തിയാണുള്ളത്. ആ വളരെക്കത്ര നീട്ടണമാവാൻ കാര്യം ചെറിയ യാഥാർത്ഥ്യബോധമൊന്നും രാഷ്ട്രീയക്കാരെ നിലനിർത്തില്ല. അവർ പരിഹാസ്യരാവും. അവർ ഓരോ ഘട്ടങ്ങളിലും ആളുകളുടെ മുന്നിൽ ലഭ്യരാകും. റിസൾട്ടുകൾ, ഫലങ്ങൾ വരുമ്പോൾ അവർ തോറ്റു തുന്നം പാടിയവരായി ഒറ്റപ്പെട്ടു നിൽക്കും. പല അനുഭവങ്ങളും നമ്മുടെ കേരള, ദേശീയ, അന്തർദേശീയ രാഷ്ട്രീയങ്ങളിലൊക്കെ പല സാഹചര്യങ്ങളുണ്ട്. വലിയ അവകാശവാദങ്ങൾ, യാഥാർത്ഥ്യബോധങ്ങളുടെ തരിമ്പുമില്ലാതെ വിളിച്ചു പറയുന്നവർ കുറച്ച് കഴിയുമ്പോൾ ഈ പറഞ്ഞ അവസ്ഥകൾ പെട്ടുപോകും. അതിൻ്റെ ഒന്നാം തരം ക്ലാസിക് എക്സാമ്പിളാണ് കേരളത്തിലെ BJP. എങ്ങനെയാണത്? ഓരോ തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ പറയുന്ന വലിയ സംഖ്യകൾ, വലിയ അക്കങ്ങൾ കേരളത്തിലെ അവരുടെ പൊളിറ്റിക്കൽ എക്സിസ്റ്റൻസുമായി യാതൊരു തരത്തിലും ബന്ധപ്പെട്ട് അടുത്ത് നിൽക്കുന്നതല്ല, ചേർന്ന് നിൽക്കുന്നതല്ല. അതായത് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ യാഥാർത്ഥ്യബോധവുമായി പുലബന്ധം പോലുമില്ലാത്തതാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ പറഞ്ഞത് 35 സീറ്റ് ഞങ്ങൾക്ക് കിട്ടും, ഞങ്ങൾ കേരളം ഭരിക്കും. ഒന്നാമത്തെ കാര്യം, കേരളം ഭരിക്കാൻ 71 സീറ്റ് വേണം. കേരളത്തിലെ മൊത്തം നിയമസഭാ സീറ്റുകളുടെ എണ്ണം 140 കേവല ഭൂരിപക്ഷം 70-നേക്കാൾ ഒന്നെങ്കിലും കൂടുതലാണ് ആണല്ലോ. 35 കിട്ടും, ഞങ്ങൾ കേരളം ഭരിക്കുമെന്ന് പറഞ്ഞാൽ 35 ഞങ്ങൾ സംഘടിപ്പിക്കും, ജയിക്കും, ബാക്കി ഞങ്ങൾ സംഘടിപ്പിക്കും. 31 ജയിക്കും, ബാക്കി സംഘടിപ്പിക്കും എന്നാണല്ലോ. അതിൽ ജയിക്കുന്ന സീറ്റുകൾ എത്ര എന്നതിനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യബോധമില്ലായ്മയുമുണ്ട്. അതിനുശേഷം ബാക്കി സംഘടിപ്പിക്കുന്നതിൻ്റെ കുതികാലവെട്ടിൻ്റെയോ അല്ലെങ്കിൽ ഈ കച്ചവടത്തിൻ്റെയോ ഒക്കെ സൂചനകളുമുണ്ടായി. എന്തായാലും ഒരു സീറ്റ് പോലും കിട്ടിയില്ല. 2016 നേമത്ത് O രാജഗോപാൽ ജയിച്ചത് കൂടി 2001 നഷ്ടപ്പെട്ടു. സീറ്റ് പൂട്ടിക്കും എന്ന് LDF പറഞ്ഞു, പൂട്ടി V ശിവൻകുട്ടി ജയിച്ചു. അപ്പോൾ ആ യാഥാർത്ഥ്യബോധമില്ലായ്മയുടെ അല്ലെങ്കിൽ ആ വിടുവായത്തം പറച്ചിലിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ തൃശ്ശൂർ MP സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ 30ഓളം MLA-മാരുമായി ഈ ഇലക്ഷൻ കഴിയുമ്പോൾ, ഫലം വരുമ്പോൾ BJP കേരള നിയമസഭയിൽ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഈ സ്വപ്നത്തിൽ എന്തിനാണ് അർദ്ധരാജ്യം എന്നൊരു ചൊല്ലുണ്ട് കേരളത്തിൽ, മലയാളത്തിൽ. അതായത് സ്വപ്നത്തിൽ അർദ്ധരാജ്യം കാണണ്ട, സാമ്രാജ്യം സ്വപ്നം കാണാം. ഞാൻ ചക്രവർത്തിയാകും എന്ന് സ്വപ്നം കാണാം. അല്ലാതെ ഞാൻ രാജകൊട്ടാരത്തിൻ്റെ കാവൽക്കാരനാകുമെന്നോ പകുതി രാജ്യത്തിൻ്റെ രാജാവാകുമെന്നോ സ്വപ്നം കാണേണ്ട കാര്യമില്ല. സാമ്രാജ്യ അധിപനാകാം. പക്ഷേ 140 സീറ്റുള്ള കേരള നിയമസഭയിൽ 30 സീറ്റ് നേടും BJP എന്ന് സ്വപ്നം കാണുമ്പോൾ, എന്നാൽ പിന്നെ 71 സീറ്റ് ഞങ്ങൾ നേടും, ഭരിക്കും സ്വപ്നം കണ്ടുകൂടെ? പറയുമ്പോൾ എന്തും പറയാമല്ലോ. ഇവരുടെ ഈ രാഷ്ട്രീയ യാഥാർത്ഥ്യബോധമില്ലായ്മയുടെ പേരാണ് കേരളത്തെ അറിയാതിരിക്കുക എന്നുള്ളത്. കേരളത്തിൽ എത്ര ജില്ലയുണ്ട് എന്ന് ഇപ്പോഴും വ്യക്തമായി ബോധ്യമില്ലാത്ത സംസ്ഥാന അധ്യക്ഷൻ്റെ കീഴിലാണ് ഈ BJP ഇത്തവണ ഇലക്ഷൻ നേരിടുന്നത് എന്നുകൂടി സാധാരണ BJPക്കാർ പറയുന്നുണ്ട്. കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു അവസ്ഥയാണിത്. 2ാം നിര 3ാം നിര നേതാക്കന്മാരുമായി വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ പറയും എത്ര ജില്ലയുണ്ടെന്ന് അദ്ദേഹത്തിന് ഇനിയും തിരിഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരാളുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഇലക്ഷൻ നേരിടുന്ന BJP 140-ൽ 30 സീറ്റ് നേടും എന്നൊക്കെ പറയുമ്പോൾ അവർ എണ്ണിപ്പറയണം. മുമ്പൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. 2019 ലോക്സഭാ ഇലക്ഷൻ നമ്മൾ ഈ ഫ്ലോറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു മുൻ DGP, BJPയുടെ നാവായി മാറിയിരിക്കുന്ന ഒരു മുൻ DGP ഒരു പ്രമുഖ ചാനലിന് അഭിമുഖം കൊടുക്കുകയാണ്. PP ജെയിംസ് എന്ന മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് അഭിമുഖം ചെയ്യുന്നത്. അദ്ദേഹം ഈ മുൻ DGPയോട് ചോദിച്ചു, കേരളത്തിൽ 20 ലോക്സഭാ സീറ്റുണ്ടല്ലോ, ഇത്തവണ BJP എത്ര നേടും? അതൊരു 8 സീറ്റ് നേടും. ഓ, ഏതൊക്കെ 8 സീറ്റ്? അത് ഇങ്ങനെ പുള്ളി എണ്ണാൻ തുടങ്ങി. തിരുവനന്തപുരം, ആറ്റിങ്ങൽ എന്നൊക്കെ പറഞ്ഞ് എണ്ണാൻ തുടങ്ങി. എണ്ണിയപ്പോൾ 9 ആയിപ്പോയി. അപ്പം PP ജെയിംസ് പറഞ്ഞു, ഇത് 9 ഉണ്ടല്ലോ, ചിലപ്പോൾ 9 ജയിക്കുമായിരിക്കും എന്ന്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ട് ഇവരുടെ രാഷ്ട്രീയ കണക്കൂട്ടലുകളുടെ ഈ സ്വഭാവം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ്, നിസ്സാരമായി അങ്ങ് പറയാണ്. ഒരു വാർഡ് ജയിക്കുന്നതിനെക്കുറിച്ച് പോലും കൃത്യമായി രാഷ്ട്രീയമായും കണക്കിൻ്റെ അടിസ്ഥാനത്തിലും ജനവിധിയുടെ അടിസ്ഥാനത്തിലും കൃത്യമായി ബോധ്യത്തോടു കൂടി പറയാൻ കഴിയാത്ത ആളുകളാണ്.
അവർ ലോക്സഭയിലെയും നിയമസഭയിലെയും കൊട്ടത്താപ്പ് കണക്കുകൾ പറയുകയാണ്. ഇത് ഏറ്റുപറയാൻ കുറേ മാധ്യമങ്ങളും കുറേ സോക്കോൾഡ് സാമൂഹ്യ നിരീക്ഷകരുമുണ്ട് എന്നുള്ള ദുരന്തം കൂടി കേരളം ഫേസ് ചെയ്യുന്നുണ്ട്. ബി ജെ പി ആണോ ഇത്തവണ അവർ മലമറിക്കും. എന്ത് മലയാണ് കേരളത്തിൻ്റെ ജനാധിപത്യ സാമൂഹ്യ ക്രമത്തിൽ, കേരളത്തിൻ്റെ നിയമസഭാ ചരിത്രത്തിൽ ബി ജെ പി മറിച്ചിട്ടുള്ളത് എന്നുകൂടി ഇവർ പറയണം ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും. കഴിഞ്ഞ തവണ അവർ 15% വോട്ട് നേടി. ഈ 15% വോട്ട് നേടിയവർ അത് കഴിഞ്ഞുള്ള ലോക്സഭാ ഇലക്ഷനിൽ ഒരൊറ്റ സീറ്റാണ് നേടിയത്, തൃശ്ശൂർ. ആ സീറ്റ് നേടിയതിൻ്റെ കോൺഗ്രസുമായി ഉണ്ടാക്കിയ അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെയും കോൺഗ്രസ് വോട്ട് വിറ്റതിൻ്റെയും കണക്കുകൾ കെ മുരളീധരൻ പറയും, ചോദിച്ചാൽ മതി സ്വകാര്യമായിട്ട്. അദ്ദേഹമാണല്ലോ 3ാം സ്ഥാനത്തേക്ക് വന്ന് അപമാനിതനായത്. അപ്പോൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം, ചാത്തന്നൂർ, പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം, അങ്ങനെ സീറ്റുകൾ കുറേ എണ്ണുന്നുണ്ട്. എ ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് പറഞ്ഞിട്ട് ബി ജെ പി. ഈ എ ക്ലാസ് മണ്ഡലങ്ങൾ എന്നൊക്കെ ബി ജെ പി പറയുന്നതും അതിന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതും കേട്ടാൽ തോന്നും ഇവരുടെ സ്ഥിരമായി അവിടെ ജയിച്ച് 1ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലങ്ങളാണ് എ ക്ലാസ് എന്നൊക്കെ പറയുന്നത്. എ ക്ലാസ് മണ്ഡലങ്ങൾ ബി ജെ പി ആദ്യം തന്നെ തോക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 2016, 2021, 2019 ബൈ ഇലക്ഷനിൽ ഒക്കെ കേരളം കണ്ടതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ ജനാധിപത്യ മതനിരപേക്ഷ മനസ്സ് എന്ന് പറയുന്നത് യു ഡി എഫിനോടും എൽ ഡി എഫിനോടും മാത്രമേ ഇതുവരെ ചേർന്ന് നിന്നിട്ടുള്ളൂ. ഒരു തവണ രാജേട്ടൻ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ സ്നേഹാദരങ്ങളോടെ രാജേട്ടൻ എന്ന് വിളിക്കുന്ന ഒ രാജഗോപാൽ നേമത്ത് ജയിച്ചു എന്നുള്ളത് ശരിയാണ്. അതോടെ കഴിഞ്ഞു. ഇത്തവണ വി ശിവൻകുട്ടി പറഞ്ഞു ഞങ്ങൾ ഇരട്ടത്താഴിട്ട് പൊട്ടിയിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. ഇരട്ടത്താഴിട്ട് പൊട്ടിയിരിക്കുന്നത് നേമം മണ്ഡലത്തിലെ ജനവിധി മാത്രമല്ല, ഇരട്ടത്താഴിട്ട് പൊട്ടിയിരിക്കും ജനാധിപത്യത്തിൻ്റെയും മതനിരപേക്ഷതയുടെയും കരുതലിൻ്റെ ഇരട്ടത്താഴിട്ട് പൊട്ടിയിരിക്കുന്നത് കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളുമാണ്. ആർക്കെതിരെ? സംഘപരിവാറിൻ്റെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ. ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾ മാത്രമാണ് ജയിക്കാൻ പോകുന്നത്. ഏത് 2020 മുതലാളി വന്നാലും, ഏത് നടിമാരും നടന്മാരും ഇറങ്ങിയാലും ഒരു കാര്യവുമില്ല. അവസാനം നോക്കുമ്പം ഈ പറഞ്ഞ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾക്ക് വോട്ടർ പട്ടികയിൽ വോട്ട് പോലുമില്ല. അവർക്ക് അത്രയും ജനാധിപത്യ ബോധ്യമുള്ളൂ എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സംഘപരിവാറിൻ്റെയും അവരുടെ രാഷ്ട്രീയ രൂപമായ ബി ജെ പിയുടെയും അവകാശവാദങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് വലിയ ക്യാമ്പയിനാക്കി വലിയ സിറ്റുവേഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക. ഈ ഇലക്ഷൻ കഴിയുമ്പോഴും 2026 മെയ് 4 ഫലം വന്നു കഴിയുമ്പോഴും കേരളത്തിൽ ബി ജെ പിക്ക് 0 ആയിരിക്കും നിയമസഭയിൽ പ്രാതിനിധ്യം. ഇത് കേരളത്തിലെ ജനാധിപത്യവാദികളുടെ തീരുമാനമാണ്, പ്രതിബദ്ധതയാണ്. ബാക്കിയൊക്കെ വെറും പടക്കം മാത്രം.